ഈ കേരളത്തിൽ SIR ഉന്നയിച്ചതുണ്ടോ? എപ്പോഴാണ് SIR വിഷയം വരുന്നത്? SIR വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിർണായകമാണ്. മലബാറിലൊക്കെ വലിയ വിഷയം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മൾ അനുഭവിക്കുന്ന അവിടെ കാണാൻ പറ്റുന്ന വിഷയമാണ് ഇത്. SIR ഉന്നയിക്കുന്നുണ്ടോ? LDF ഈ സംബന്ധിച്ചോളം SIR സംസ്ഥാന സർക്കാർ കോടതി പോയി ശരി തന്നെയാണ്, കാര്യം SIR സമയം നടന്നത്, പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. SIR ഈ LDF ഉന്നയിക്കുന്നുണ്ടോ? LDF സംബന്ധിച്ചോളം ഈ രാഹുൽ മാങ്കൂട്ട് ഉയർത്തിക്കൊണ്ടത് ശരിയാണ്. ഞാനിതിൻ്റെ അകത്ത് ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയതൊക്കെ ഈ വോട്ട് ചോരിയെ ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാതിരുന്ന കാര്യം, 10,000 രൂപ ബീഹാറിൽ കൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പായി തൊട്ടുമുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷമാണ് ആ പണം പലരിലേക്ക് എത്തിയതെന്നാണ് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട വിമർശനമുള്ളത്. ഇവിടെ സംബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ ഉയർത്തുന്നത് അത് ഇലക്ട്രൽ ഡെമോക്രസിയിൽ പോപ്പുലിസം വരുന്നത് ജനങ്ങളുടെ വിജയമായിട്ട് കണ്ടാൽ മതി. കാര്യം ഈ കുറേ കാര്യം ചൂഷണം ചെയ്തിരിക്കുന്ന സർക്കാരിന് പല രീതിയിൽ അവർ ആഡംബര ജീവിതം നയിക്കുന്ന ആൾക്കാരെ നമുക്കറിയാമല്ലോ. ഈ ഭരണാധികാരികളായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ആര് ബന്ധത്തിൽ അവർ വലിയ വാഹന വ്യൂഹത്തിലേക്കേ പോവുക, ജനകീയ നേതാക്കളാണ്. അത് വേറെ വിമർശനം നിൽക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും പരിശോധിക്കേണ്ട കാര്യമാണ്. അതൊരു പാർട്ടിയെ കേന്ദ്രീകരിച്ച് വന്നാൽ അപ്പോൾ ഇങ്ങനെ സമയത്ത് ഈ പിറ്റൻസ് ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കും അവസാന ഇലക്ഷൻ സമയത്ത്. അതൊക്കെ ആൾക്കാർ കിട്ടുന്നുണ്ട്, അവരതിൻ്റെ ഗുണഭോക്താക്കളെ ഇതാക്കും. പക്ഷേ അത് ഇലക്ഷനിൽ വോട്ടായി മാറുന്നതല്ല. കാര്യം എന്തൊക്കെ തന്നെ ആ പോപ്പുലിസം എന്നുള്ളത് ജനാധിപത്യത്തിൽ അവസാനം ജനങ്ങളെ ആത്യന്തികമായി ജനങ്ങളുടെ ഭയപ്പെടുന്നു. ഈ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ ഭയപ്പെടുന്ന തെളിവ് മാത്രമാണ് ഈ പോപ്പുലിസം. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണം, കാണേണ്ടത്. അവസാനം ജനങ്ങളുടെ അടുത്ത് പോയി വോട്ട് കിട്ടണമെങ്കിൽ അവർക്ക് പൈസ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ഇത്രയും കാലം 4 വർഷം 5 വർഷം ഭരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരെ സംബന്ധിച്ചുള്ള അതൊരു എന്താ പറയുക, ജനാധിപത്യത്തിൽ ജനങ്ങളെ ആത്യന്തികമായി അവസാനം ഭയപ്പെടുന്നു എന്നുള്ളതിനൊക്കെ ലക്ഷണം തന്നെയാണ്. അത് ഏത് സർക്കാരാണെങ്കിലും, അത് നിതീഷ് കുമാർ സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ലോകത്തെ ഏത് സർക്കാരാണെങ്കിലും അത് മോഡി സർക്കാരാണെങ്കിലും അതൊക്കെ ആത്യന്തികമായിട്ട് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ജനാഭിലാഷത്തെ, ജനങ്ങളുടെ രോഷത്തെ വില കൊടുത്തു വാങ്ങാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം കൂടിയാണ്. അമിത ആത്മവിശ്വാസത്തേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു നിവൃത്തിയില്ല. കാര്യം ഒരു സർക്കാരെ സംബന്ധിച്ചോളം ഇത് കൊടുക്കാതെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള വലിയ പ്രത്യേക കാര്യം നമ്മുടെ ഈ കോവിഡാനന്തരം നമുക്ക് മനസ്സിലായി. കോവിഡിനെ സംബന്ധിച്ചോളം ആ ഇലക്ഷൻ റിസൾട്ട് എല്ലാം നിർണായക സ്വാധീനിച്ചതാണ് കോവിഡിലെ. അത് ഗവൺമെൻറ് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാര്യം ഗവൺമെൻറ് നടത്തിയ പല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക പോസിറ്റീവായിട്ട് പ്രവർത്തനം നടത്തിയിരുന്ന കാര്യം സംബന്ധിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഗവൺമെൻറ് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഗുണഫലമാണ് രണ്ടാമത് പിണറായി സർക്കാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും സർക്കാർ ഇത്ര മെഷേഴ്സ് എടുക്കും. അതിന് പോസിറ്റീവ് വശമുണ്ട്. പക്ഷേ അതേസമയം ജനങ്ങൾ അംഗീകരിക്കാൻ ഒരു നിവൃത്തികേണ്ട അംശവും സർക്കാരിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു സർക്കാരിനെ കുറിച്ച് മാത്രമല്ല, അത് പോപ്പുലിസവും ഡെമോക്രസിയെ ബന്ധപ്പെട്ട ഒരു സവിശേഷ വിഷയമാണ്. അത് ഇവിടുത്തെ കാര്യം മാത്രമല്ല, അതുകൊണ്ട് അത് കേരളത്തിൽ വന്ന് നിൽക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞോട്ടെ. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വലിയ ചരിത്രമുണ്ട്. അത് UDF ആ കാര്യത്തിൽ LDF ക്ഷേമ പെൻഷൻ ഉയർത്തി കൊടുക്കുന്ന കാര്യത്തിൽ ഒരേപോലെ തന്നെ അവർ പ്രതിജ്ഞാബദ്ധത കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ വിഷയമുണ്ട്, നമ്മുടെ അജണ്ടയെ ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ട് വിഷയം ഉയർത്തപ്പെടേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ഷൻ്റെ ഈ മൂർധന്യ സമയത്ത് പരാതി വരികയും മുഖ്യമന്ത്രിനെ പരാതി സ്വീകരിക്കുകയും ആ സമയത്ത് ഇനി ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ, രാഹുൽ മാങ്കൂട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, സിദ്ദിഖിനെതിരെ അറസ്റ്റ് നടന്നു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ എത്ര ഓടി നടന്നു പോലീസ്. കേരള പോലീസ് എന്തൊക്കെ സിദ്ദിഖ് പോണ സ്ഥലത്ത് അപ്പോൾ സിദ്ദിഖ് അപ്രത്യക്ഷമാവും, പിന്നെ വീണ്ടും പോലീസ് അവിടെ അപ്രത്യക്ഷമാവും. ഇതൊക്കെ അപ്പോൾ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടതാണെങ്കിൽ സിദ്ദിഖാണെങ്കിലും കാര്യക്ഷമമായി ചെയ്യാൻ മറ്റൊരു കേസിൽ അടൂരിൽ നിന്ന് പുലർക്കാലം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസാണ് കേരള പോലീസ്.